തൃക്കാക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായ സ്ഥാനാർത്ഥിയായി ബിഗ് ബോസ് വിജയ് അഖിൽ മാരാർ എത്തിയതോടെ കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ്. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് മുതൽ സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ വൃത്തങ്ങളിലും അഖിലിനെതിരെ കടുത്ത പരിഹാസങ്ങളും വിമർശനങ്ങളും ഉയരുന്നുണ്ട്. മലയാളികൾക്ക് ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിലൂടെ സുപരിചിതനായ അഖിൽ മാരാർ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി രംഗത്തെത്തിയത് രാഷ്ട്രീയ നിരീക്ഷകരെ പോലും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഈ പ്രഖ്യാപനത്തിന് പിന്നാലെ അഖിലിന്റെ പഴയ പ്രസ്താവനകളും നിലപാടുകളും കുത്തിപ്പൊക്കി വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് നടക്കുന്നത്. വാക്കുമാറ്റുന്നവൻ എന്ന ലേബലിൽ അഖിലിനെ പരിഹസിക്കുന്നവർക്ക് കൃത്യമായ മറുപടിയുമായി അദ്ദേഹം ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. അഖിൽ മാരാർക്കെതിരെ ഉയർന്ന പ്രധാന വിമർശനം അദ്ദേഹം മുൻപ് ബിഗ് ബോസ് ഷോയെക്കുറിച്ച് നടത്തിയ പരാമർശങ്ങളാണ്. ഞാൻ ഒരിക്കലും ബിഗ് ബോസിൽ പോകില്ല എന്ന് പറഞ്ഞിട്ട് പിന്നീട് ആ ഷോയിൽ പങ്കെടുക്കുകയും വിജയിയാവുകയും ചെയ്തത് അദ്ദേഹത്തിന്റെ ഇരട്ടത്താപ്പാണെന്നാണ് വിമർശകരുടെ വാദം. നിന്ന നിൽപ്പിന് വാക്കുമാറ്റുന്ന ഒരാളെ എങ്ങനെ ജനപ്രതിനിധിയായി വിശ്വസിക്കുമെന്നാണ് സോഷ്യൽ മീഡിയയിൽ പലരും ചോദിക്കുന്നത്. എന്നാൽ ഇതിന് അഖിൽ നൽകുന്ന മറുപടി തികച്ചും വ്യക്തിനിഷ്ഠമാണ്. ഒരു സ്വതന്ത്ര പൗരൻ എന്ന നിലയിൽ തന്റെ തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശം തനിക്കുണ്ട്. രാഷ്ട്രീയത്തിൽ വലിയ കള്ളങ്ങൾ പറയുന്നവരെ ചോദ്യം ചെയ്യാത്തവർ തന്റെ സ്വകാര്യ തീരുമാനത്തെ ഇത്രത്തോളം വിവാദമാക്കുന്നത് വിഡ്ഢിത്തരമാണെന്നും അഖിൽ കുറ്റപ്പെടുത്തുന്നു. തന്റെ രാഷ്ട്രീയ നിലപാടുകളെക്കുറിച്ച് അഖിൽ മാരാർക്ക് വളരെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. താനൊരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി വിടുപണി ചെയ്യുന്നവനല്ലെന്നും മറിച്ച് ഓരോ വിഷയത്തിലെയും സത്യം ആരുടെ പക്ഷത്താണോ അവർക്കൊപ്പം നിൽക്കുന്നവനാണെന്നുമാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. താൻ കോൺഗ്രസ് അനുഭാവിയായി പലർക്കും തോന്നിയിട്ടുണ്ടെങ്കിലും സവർക്കറെ അനുകൂലിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇസ്രയേലിനെ തള്ളിപ്പറഞ്ഞതായും രാജ്യവിരുദ്ധ ശക്തികളെ എതിർക്കുന്നതും തന്റെ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്നും അഖിൽ പറയുന്നു. തന്റെ ഇഷ്ടങ്ങൾ മാറിയേക്കാമെങ്കിലും താൻ ആരെയും ചതിച്ചിട്ടില്ലെന്നും സത്യത്തിനൊപ്പം നിൽക്കുക എന്ന തന്റെ അടിസ്ഥാനപരമായ നിലപാടിൽ മാറ്റമില്ലെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. രാഷ്ട്രീയ നേതാക്കൾ സാധാരണയായി ജനങ്ങളുടെ പ്രീതി പിടിച്ചുപറ്റാൻ ശ്രമിക്കുമ്പോൾ അഖിൽ മാരാർ വ്യത്യസ്തമായൊരു വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഞാൻ ജനങ്ങൾക്ക് പിന്നാലെ പോകുന്നവനല്ല, സത്യത്തിന് പിന്നാലെ പോകുന്നവനാണ് എന്നാണ് അദ്ദേഹം സ്വയം വിശേഷിപ്പിക്കുന്നത്. സത്യം തിരിച്ചറിഞ്ഞ ജനങ്ങൾ തന്നെ ഒരു റിയാലിറ്റി ഷോയിൽ വിജയിപ്പിച്ചതുപോലെ തൃക്കാക്കരയിലെ ജനങ്ങളും തന്നെ വിശ്വസിക്കുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിക്കുന്നു. തൃക്കാക്കരയിലെ വോട്ടർമാർക്ക് തന്നെ പൂർണ്ണമായും വിശ്വസിക്കാമെന്നും കള്ളന്മാർക്ക് വോട്ട് നൽകി ശീലിച്ച സമൂഹം മാറ്റത്തിന് തയ്യാറാകണമെന്നുമാണ് അദ്ദേഹത്തിന്റെ ആഹ്വാനം. അഖിൽ മാരാരുടെ വരവ് തൃക്കാക്കരയിലെ പരമ്പരാഗത വോട്ട് ബാങ്കുകളിൽ വിള്ളൽ ഉണ്ടാക്കുമോ എന്നാണ് രാഷ്ട്രീയ പാർട്ടികൾ ഉറ്റുനോക്കുന്നത്. ബിഗ് ബോസിലൂടെ നേടിയ വൻ ജനപ്രീതി യുവാക്കൾക്കിടയിൽ അഖിലിന് വലിയ സ്വാധീനവും നൽകുന്നുണ്ട്. ഇത് പ്രധാന മുന്നണികളുടെ യുവ വോട്ടുകളെ ബാധിച്ചേക്കാം. രാഷ്ട്രീയ പാർട്ടികളോട് മടുപ്പുള്ള നിഷ്പക്ഷ വോട്ടർമാർ അഖിലിനെ ഒരു ബദലായി കാണാൻ സാധ്യതയുണ്ട്. എങ്കിലും ഒരു സെലിബ്രിറ്റി ഇമേജ് മാത്രം വെച്ച് തിരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നത് അത്ര എളുപ്പമല്ലെന്ന് മുൻകാല അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. അഖിലിന്റെ സ്ഥാനാർത്ഥിത്വം ഒരു പബ്ലിസിറ്റി സ്റ്റണ്ട് മാത്രമാണെന്നാണ് പല രാഷ്ട്രീയ നേതാക്കളും പരിഹസിക്കുന്നത്. ബിഗ് ബോസ് എന്ന ഷോയിലെ പ്രകടനം പോലെയല്ല യഥാർത്ഥ രാഷ്ട്രീയമെന്നും ജനകീയ പ്രശ്നങ്ങളിൽ എത്രത്തോളം ഇടപെടാൻ അദ്ദേഹത്തിന് കഴിയുമെന്നും വിമർശകർ ചോദിക്കുന്നു. തൃക്കാക്കരയിലെ വികസന പ്രശ്നങ്ങളും കുടിവെള്ളക്ഷാമവും ഗതാഗത കുരുക്കും പോലുള്ള വിഷയങ്ങളിൽ അഖിലിന് എന്ത് പരിഹാരമാണ് നിർദ്ദേശിക്കാനുള്ളതെന്നാണ് വോട്ടർമാർ ചോദിക്കുന്ന മറ്റൊരു പ്രധാന ചോദ്യം. അഖിൽ മാരാരുടെ സ്ഥാനാർത്ഥിത്വം തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിനെ കൂടുതൽ ആവേശകരമാക്കിയിരിക്കുകയാണ്. തന്നെ പരിഹസിക്കുന്നവർക്ക് സത്യത്തിന്റെ ഭാഷയിൽ മറുപടി നൽകിക്കൊണ്ട് അദ്ദേഹം പ്രചാരണ രംഗത്ത് സജീവമാവുകയാണ്. ബിഗ് ബോസ് വിജയ് എന്ന ലേബലിൽ നിന്നും ഒരു ജനപ്രതിനിധി എന്ന നിലയിലേക്ക് വളരാൻ അഖിലിന് സാധിക്കുമോ എന്നത് തൃക്കാക്കരയിലെ ജനവിധിയെ ആശ്രയിച്ചിരിക്കും. രാഷ്ട്രീയത്തിലെ കള്ളങ്ങൾക്കിടയിൽ സത്യം പറയുന്ന ഒരാളായി തന്നെ അടയാളപ്പെടുത്താനാണ് അഖിൽ ശ്രമിക്കുന്നത്. ഈ ശ്രമം വോട്ടുകളായി മാറുമോ എന്ന് വരും ദിവസങ്ങളിൽ നമുക്കറിയാം.